ഹെറാബിയുടെ കണ്ണിലെ ഈ എക്സൈറ്റ്മെന്റ് നോക്കിക്കേ. ഓ, നമ്മളിത് എവിടെയാ? ഫുള്ള് ലൈറ്റും ബഹളവും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയാണല്ലോ എന്ന്. ഇത് നമ്മുടെ ആന്റ്വർപ്പിലെ സിംസൺഫോർ കേട്ടോ. എല്ലാ വർഷവും ജൂണിൽ ഇവിടെ ഈ ഫെയർ വരും കേട്ടോ. നല്ല രസമാണ് ഫ്രണ്ട്സുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളങ്ങ് ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിച്ചുകൊണ്ട് ബാക്കി കണ്ട് നടക്കും കേട്ടോ. പോണ വഴിക്കതേ ഈ ഡ്രിങ്കും മേടിച്ചു. ഇതിൻ്റെ പേര് സ്ലഷ് എന്നാണേ. അന്നേരം നമ്മൾ നോക്കിയപ്പം ബിച്ചുവിനെ കാണുന്നില്ല. നോക്കിയപ്പം ഡേ നിന്ന് ഡക്കിനെ പിടിക്കുന്നു. ഇങ്ങനെ പിള്ളേർക്ക് പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് മാത്രമുള്ളോ എന്ന് ചോദിക്കരുത്. അല്ല, വലിയവർക്ക് പറ്റിയ വലിയ വലിയ റൈഡുകളും ഇവിടെയുണ്ട്. അവരങ്ങനെ ബ്ലൂ ഡക്കുകളെ മാത്രം സെലക്ട് ചെയ്ത് പിടിക്കും കേട്ടോ. അങ്ങനെ പിടിച്ചേറ്റ അവസാനം അവിടെ നിന്ന് സമ്മാനവും കിട്ടിയേ. നമ്മൾ അവിടെ എന്ത് ടാസ്ക് ചെയ്യുന്നോ, ടാസ്ക് അല്ല ആക്ടിവിറ്റീസ് അല്ല, നമ്മളിങ്ങനെ ഓരോ ഗെയിം എന്ത് കളിച്ചാലും നമുക്ക് സമ്മാനം കിട്ടും കേട്ടോ. അവിടെ നിന്ന് നല്ല മോട്ടിവേഷൻ അല്ലേ. നമ്മുടെ അടുത്ത ഗെയിം ഇതാ, ആ ടോയ്ലറ്റിലേക്ക് ഈ ബോളിനെ വലിച്ചെറിയുന്നു. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവൂല. അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ ഇത്. നമ്മളെല്ലാവരും അതിനകത്തോട്ട് ബോൾ എറിഞ്ഞു. വിച്ചുവിന് സങ്കടമായി. വിച്ചുക്കുട്ടിന് പറ്റത്തില്ല അങ്ങനെ എറിയാൻ. അപ്പോൾ ആ പുള്ളി എടുത്തുകൊണ്ട് പോയി അതിനകത്ത് ബോൾ എറിയിച്ചു. അടിപൊളിയായിരുന്നു. ഈ റൈഡുകളൊക്കെ നോക്ക്, കുറച്ച് അഡ്വഞ്ചറസ് ആട്ടോ. പക്ഷെ ഇത്തവണ നമ്മളിതിലൊന്നും കയറുന്നില്ല. ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിക്കുന്നുള്ളൂ. പക്ഷെ ഇതിന് മുന്നിലത്തെ വർഷങ്ങളിൽ നമ്മളിതിലേക്ക് കയറിയിട്ടുണ്ടോ. ചില റൈഡിലേക്ക് കയറി ഇറങ്ങി വാള് വെച്ചിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തൊരു ചെറിയ ഗെയിം കണ്ടുപിടിച്ച് അത് കളിക്കാൻ തീരുമാനിച്ചു. അപ്പം ഒരാളിവിടെ ഓൾറെഡി സ്ലാപ്പായി. ഇത്രയും ഒച്ചയിലും ബഹളത്തിലും കിടന്നുറങ്ങാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? പക്ഷെ എനിക്ക് പറ്റും. കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ കുറേ കുട്ടികൾ ബോളിനകത്ത് കയറി ഉരുളുന്നു. അപ്പം നമ്മുടെ വിച്ചുകുട്ടനും കയറണം. അങ്ങനെ അവനും കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൂടെ കളിച്ചു വരുന്ന കാണാൻ വേണ്ടി അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക്. ടാറ്റാ.